ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം തലവനുൾപ്പെടെയുള്ള സഭാപ്രതിനിധികൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്താണ് കൂടിക്കാഴ്ച? സൗഹാർദ്ദപരമാണ്? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെച്ചു? ബഹുമാനോടെ മുഖ്യമന്ത്രിയെയും സ്പീക്കറിനെയൊക്കെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് വന്നതാണ്. കാരണം സത്യപ്രതിജ്ഞാ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് അവരെ ഒന്ന് അഭിനന്ദിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. ബഹുമാനോട് മുഖ്യമന്ത്രിയെ കണ്ടു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു. കൂടാതെ പുതുതായിട്ട് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ കോട്ടയത്തെ MLA കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണാനും ഒന്ന് അനുമോദിക്കാനും അഭിനന്ദിക്കാനും പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ വരവിൻ്റെ സന്തോഷം. സർക്കാർ ചുമതല ഏറ്റെടുത്തു, എങ്ങനെയാണ്? വലിയ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ആദ്യ ചുവടുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് സഭയുടെ നിരീക്ഷണം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സഭ ഈ സർക്കാരിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ കാണുന്നത്. ഈ കുറേ കാലമായി ഉയർന്ന ഒരു ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന്. അതിലൊരു പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പാർട്ടികൾ കൃത്യമായി അവർ വിചിന്തനം നടത്തി ചിന്തിച്ച് കാണുമല്ലോ. അത് സംബന്ധിച്ച് അവർ ഓൾറെഡി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അതിൽ സഭ സന്തോഷത്തോടെ അതിനെ കാണുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. വകുപ്പ് വിഭജനങ്ങളിൽ സഭകൾ ഇടപെടാറില്ല.